പേരെന്താണ്? എൻ്റെ പേര് ഫാബി ഷഹനാസ്. എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് മുള്ളമ്പാറക്കടുത്തുള്ള പാപ്പിനിപ്പാറ എന്നുള്ള സ്ഥലത്താണ്. വിവാഹം കഴിച്ചത് നെല്ലിക്കുത്ത്. ബ്രാഞ്ച് ഏത് ബ്രാഞ്ചിലായിരുന്നു? എയ്സിൻ്റെ മഞ്ചേരി ബ്രാഞ്ചിലായിരുന്നു പഠിച്ചിരുന്നത്. എയ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? എയ്സ് ചെറുപ്പം മുതലേ ഇങ്ങനെ കേട്ട് പരിചയമുള്ള ഒരു സ്ഥാപനമാണ്. അങ്ങനെ നല്ല കോച്ചിങ് സെൻ്ററാണെന്നൊക്കെ അറിയാവുന്നതായിരുന്നു. പിന്നെ എത്രത്തോളം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ എയ്സിലെ അധ്യാപകരായാലും സ്റ്റഡി? ഞാൻ LPS സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് എയ്സിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് 2-3 മാസം പോയേക്കുള്ള തന്നെ ലോക്ക്ഡൗൺ ആയിട്ട് നമ്മളെ ക്ലാസ്സൊക്കെ ഓൺലൈനായിട്ട് മാറുകയുണ്ടായിരുന്നത്. പിന്നെ സൺഡേ ബാച്ചിലായിരുന്നു ചേർന്നിരുന്നത്. പക്ഷേ ഓരോ സൺഡേയും ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അധ്യാപകരിൽ നിന്നുള്ള ആ ഒരു മോട്ടിവേഷൻ അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ പഠിക്കണം, എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. നന്നായിട്ട് എന്നെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഓരോ ഞായറാഴ്ച ഇവിടുന്ന് വന്ന് പോകുമ്പോഴാണ് പിന്നെ അന്ന് ഫുള്ള് അവിടുന്ന് കേട്ട കാര്യങ്ങൾ അത് പഠനത്തിലേക്ക് അത് മാത്രം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിട്ടിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഇരിക്കാനുള്ള ഒരു കാരണം പ്രധാന മോട്ടിവേഷൻ ഇവിടുന്ന് കിട്ടിയ അധ്യാപകരുടെ സപ്പോർട്ട് തന്നെയാണ്. അവരുടെ ഓരോ സംസാരവും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ എനിക്ക് അതിലേറെ തോന്നിയത് ഓരോ വീക്കെൻഡിലും സൺഡേ ബാച്ചാണ്. അപ്പോൾ അന്ന് വരുമ്പോൾ ഒരു എക്സാം, ആ ഒരു എക്സാമാണ് പണ്ട് മുതലേ എനിക്കുണ്ട്. ഒരു പരീക്ഷ നടത്തുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ആവണം എന്നുള്ളൊരു എൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു ഇതാണ്. അത് നേടിയെടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ എന്ന് പറയുമ്പോൾ സൺഡേ ബാച്ചിൽ ഇവിടെ ഇഷ്ടം പോലെ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബാച്ചിലും ഓരോ ക്ലാസ്സിലും 100-ലധികം കുട്ടികളുള്ളൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഫസ്റ്റിലൊക്കെ ഞാൻ വന്നത് റാങ്ക് വന്നത് ഒരു 165 അങ്ങനെയൊക്കെയായിരുന്നു ഒന്നാമത്തെ ആഴ്ച എക്സാം എഴുതിയത്. കാരണം പഠനത്തിൽ നിന്നൊക്കെ കുറേ അധികം മാറി നിന്ന ഒരാളാണ് ഞാൻ. വീണ്ടും വരുമ്പോൾ അത്രയും ഒരു ബാക്കൊക്കെ. പിന്നെ ഇങ്ങനെ പരീക്ഷകളിൽ ഇങ്ങനെ മുന്നോട്ട് വരണം എന്നൊരു വളരെയധികം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നല്ല റാങ്ക് വാങ്ങണം അങ്ങനെ ഒരു താല്പര്യമാണ്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴത്തേന് 2 അക്ക സംഖ്യയിലേക്ക് വന്നു. ആദ്യത്തെ ആഴ്ച ഒരു 3 അക്ക ഉള്ളത് 2 അക്ക ആക്കി. പിന്നെ അതിങ്ങനെ കൂടുതൽ ഞാൻ തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇങ്ങനെ ആദ്യത്തെ 10 റാങ്കുകളിൽ തന്നെ നമ്മുടെ എയ്സിൽ നടത്തുന്ന എക്സാമുകളിലൊക്കെ നല്ല റാങ്ക് എനിക്ക് കിട്ടാൻ കഴിഞ്ഞു. പിന്നെ കോവിഡ് കാരണം ലോക്ക്ഡൗൺ ആയാലും ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ ഓൺലൈനിലും തന്നെ എക്സാമുകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇവിടുന്ന് എക്സാം ഫോണിലേക്ക് അയച്ച ഉടനെ തന്നെ പെട്ടെന്ന് അത് ചെയ്യുക. അപ്പോൾ അതൊക്കെ വളരെ ഇഷ്ടമായി. അതിൽ 1 റാങ്ക് വാങ്ങുക, അങ്ങനെയൊക്കെ ഒരു താല്പര്യമായിരുന്നു. അങ്ങനെ അതൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലി LPS എക്സാം വന്നു. അതിൽ 10 റാങ്ക് തന്നെ കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. ആഗ്രഹിച്ച ജോലിയായി. നല്ല സന്തോഷത്തിലാണ്. അത് വേണം, എഴുതിയിട്ടുണ്ട്. നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിട്ടണം, ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കണം തന്നെ വിചാരിച്ചു. പക്ഷേ നല്ല റാങ്ക് തന്നെ കിട്ടി. ഇത്രയധികം പ്രതീക്ഷിച്ചില്ല, എന്നാലും നേടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നന്നായി വർക്ക് ചെയ്യണം തന്നെയാണ്. നല്ലൊരു കഠിനാധ്വാനത്തെ ഹാർഡ് വർക്കിംഗ് ആണ്. അല്ലാതെ ഇത് നേടിയെടുക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിലെ മറ്റെല്ലാ സംഭവങ്ങൾക്കും നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുത്തിട്ട് പഠനത്തിന് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആഘോഷങ്ങളും എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മളത് ബാക്കിൽ ഇട്ടിട്ട് ഫസ്റ്റ് നമ്മൾ പഠനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ആഗ്രഹവും അധ്വാനവും ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാമെന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്.